നിയമസഭയിൽ ഇന്ന് പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തുന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യമുന്നയിച്ചു. പ്രത്യേകിച്ചും കാപ്പ കേസിൽ പ്രതിയായിരുന്ന വ്യക്തിയെ, നേരത്തെ RSSകാരനായിരുന്ന വ്യക്തിയെ പിന്നീട് CPMലേക്ക് വന്നപ്പോൾ മാലയിട്ട് സ്വീകരിച്ചതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കാപ്പ കേസ് പ്രതികൾക്ക് രാഷ്ട്രീയ പിന്തുണ ഉണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഈ വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. സംസ്ഥാനത്തെ പോലീസ് സേനയുടെ ശോഭ കെടുത്തുന്ന ഉദ്യോഗസ്ഥർ ഇന്നും സർവീസിൽ തുടരുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ സർക്കാർ ഏതു തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ചോദ്യവും ഉയർന്നു. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ചില ഉദ്യോഗസ്ഥർ പോലീസ് സേനയുടെ ശോഭ കെടുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കെതിരെ കർശന നടപടി എടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. ചിലര് തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത്തരം ആളുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇതിനകം തന്നെ 152 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 108 പേരെ സർവീസിൽ നീക്കം ചെയ്തിട്ടുമുണ്ട്. അതേസമയം കാപ്പ കേസ് ചുമത്തുന്ന പ്രതികൾക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നത് സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യം. കാപ്പ കേസിൽ നാട് കടത്തിയിട്ടുള്ള ആളുകളെ പിന്നീട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നൊരു ആക്ഷേപം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതുപോലുള്ള കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിശ്ചയമായും നിർദ്ദേശം കൊടുക്കുമോ? കാപ്പ കേസുകളിൽ അങ്ങനെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാക്കാറില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാപ്പയുടെ ഭാഗമായുള്ള നടപടികൾ ഒരു നിയമ നടപടിയാണ്. ആ നിയമ നടപടി അവസാനിപ്പിക്കുന്നതിനോ ദുർബലപ്പെടുത്തുന്നതിനോ ഏത് തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇടപെടലും സാധാരണഗതിയിൽ അംഗീകരിക്കപ്പെടില്ല. ഒരു അനുഭവവും നമ്മുടെ മുന്നിൽ അത്തരത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് ഉപയോഗം മൂലം വളരെ ക്രൂരമായ രീതിയിലേക്ക് മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം സൈബർ കേസുകൾ ഉയരുന്ന കാര്യങ്ങളും സഭയിൽ ഉയർത്തി. എല്ലാം നേരിടുന്നതിനായി പോലീസിന് കൃത്യമായ പരിശീലനം നൽകി വരുന്നുവെന്നും വളരെ കാര്യക്ഷമമായാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.